കഴിഞ്ഞ വ്യാഴാഴ്ച യു പിയിലെ മീററ്റിൽ ഒരു കനാലിലെ തലയില്ലാത്തൊരു മൃതദേഹം കിട്ടി. ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ്. അത് മീററ്റിലെ ഒരു കനാലിൽ കൂടെ ഒഴുകി നടക്കുന്നു. അതേപ്പറ്റി പോലീസ് അന്വേഷണം തുടങ്ങി. കരയ്ക്കെടുത്തിട്ടു. ആ മൃതദേഹം തലയില്ല, തല അറുത്തു മാറ്റിയതെന്ന് മനസ്സിലായി. ഒരു സൽവാറും കമ്മീസുമാണ് വേഷം, അത് മാറ്റിയിട്ടില്ല. അത് പരിശോധിച്ചപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫോൺ നമ്പർ കിട്ടി. ഒരാളുടെ പേരും പറഞ്ഞിരിക്കുന്നു, വികാസ്. പോലീസ് ആ ഫോൺ നമ്പറിൽ വിളിച്ചു. വികാസിനെ വിളിച്ചു വരുത്തി. ഈ മൃതദേഹം അറിയാമോ? തലയില്ല, ബാക്കി ഭാഗം വെച്ച് കഴിഞ്ഞപ്പം അത് വികാസ് പറഞ്ഞ് ഇത് തനിഷ്ക എന്ന പെൺകുട്ടിയുടെയാണ്. താൻ സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ടതാണ്. ഞങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. 8-10 മാസമായി പരിചയപ്പെട്ടിട്ട്. വികാസിനെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ പറയുന്നത്. അതിനു മുമ്പ് വികാസും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ഈ സോഷ്യൽ മീഡിയയിലുള്ള പരിചയത്തിൻ്റെ പുറത്ത് ഈ പെൺകുട്ടിയുടെ ആൾക്കാർ ഇതിനെ സംബന്ധിച്ച ഒരു പരാതി പോലീസിൽ കൊടുത്തു. അയാൾ അതിൽ നിന്ന് പിന്മാറിയില്ല, പെൺകുട്ടിയും പിന്മാറിയില്ല. വികാസമായിട്ടുള്ള ബന്ധത്തിൽ വീട്ടുകാർക്ക് വലിയ എതിർപ്പായി. തുടർന്ന് വീട്ടുകാർ ഇയാളെ ചോദ്യം ചെയ്തു. അതുപോലെ പോലീസിൽ പരാതി കൊടുത്തു. വികാസമായിട്ട് ബന്ധത്തിൻ്റെ തർക്കമാണ് കൊലപാതകത്തിൽ എത്തിയതെന്ന് പോലീസിന് മനസ്സിലായി. ആ പെൺകുട്ടിയെ അവർ പറഞ്ഞാൽ അനുസരിക്കാത്തതുകൊണ്ട് അമ്മയും ആ പെൺകുട്ടിയുടെ സഹോദരനും ചേർന്ന് അവളുടെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഇതിന് ശേഷം മൃതദേഹം അവര് തലയറുത്തു, ഒരു അരിവാൾ കൊണ്ട് തലയറുത്ത് കളഞ്ഞു. അതിനുശേഷം ആ ഡെഡ് ബോഡി ഒരു ഷീറ്റിൽ പൊഴിഞ്ഞ് അവരെ മീററ്റിലൊരു കനാലിൽ കൊണ്ട് തള്ളുകയായിരുന്നു. ഈ വികാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ടത് തനിഷ്ക എന്ന കുട്ടിയാണെന്നും അവരുടെ മാതാപിതാക്കൾ ഇതിനകത്ത് കുറ്റവാളികളാണെന്നും മനസ്സിലായി. അതുകൊണ്ട് അവരെ വിളിച്ച് ചോദ്യം ചെയ്തു. നിരന്തരം ചോദ്യം ചെയ്തപ്പോൾ അവർ കുറ്റം സമ്മതിച്ചു. അമ്മയും ഇളയ സഹോദരനും ചേർന്നാണ് ഈ പെൺകുട്ടിയുടെ കഴുത്തറുത്തത്. അത് കഴുത്ത് പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിച്ചപ്പോൾ അവൾ ചത്തുപോയി. അതിനുശേഷം അവർ അരിവാൾ കൊണ്ട് കുട്ടിയുടെ കഴുത്തറുത്തു. ഒരു വെള്ള കാറിലെ ഈ ഡെഡ് ബോഡി ഒരു ഷീറ്റിൽ പൊതിഞ്ഞ് അവരെ മീററ്റിലെ കനാലിൽ കൊണ്ടുപോയി തള്ളി. അതിന് ബന്ധുക്കളും കൂട്ടുനിന്നു. ബന്ധുക്കളെല്ലാം ഈ വികാസമായിട്ടുള്ള പ്രേമത്തിന് എതിരായിരുന്നു. ബന്ധുക്കളായ മോനു, കമൽ സിംഗ്, സമർ സിംഗ് എന്നിവരെ പോലീസ് ഇതോടനുബന്ധിച്ച് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു പയ്യനുണ്ട്, ആ കുടുംബത്തിലെ ഗൗരവ് എന്ന് പറഞ്ഞ പേര് അയാളെ കിട്ടിയിട്ടില്ല. അയാൾ ഒളിവിലാണ്. കഴുത്തറുത്ത അരിവാളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അമ്മയും സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ബന്ധുക്കളെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ബന്ധുക്കളും ആ കുടുംബക്കാരും എല്ലാം ഈ പെൺകുട്ടിയുടെ ഈ ബന്ധത്തിനോട് എതിർപ്പായിരുന്നു. അതുകൊണ്ട് പെൺകുട്ടിയെ കൊന്നു കഴിഞ്ഞപ്പം അവരെല്ലാം മൃതദേഹം മറവ് ചെയ്യാനായിട്ടും അവർ കൂട്ടുനിന്നു. അതുകൊണ്ട് അവരെല്ലാം പ്രതിയായി. കൊന്നത് അമ്മയും സഹോദരനും കഴുത്ത് ഞെരിച്ചാണ് കൊന്നത്. ഈ ഡെഡ് ബോഡി കൊണ്ടുപോയ ശേഷം തല വീട്ടിലിരുന്നു. ആ തല അവർ ചില കർമ്മങ്ങളൊക്കെ ചെയ്ത് വീടിൻ്റെ പരിസരത്ത് അത് കുഴിച്ചിടുകയും ചെയ്തു. ഏതായാലും പോലീസ് ഈ വിവരങ്ങൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം ആ തല മാന്തിയെടുത്തു. ആ പെൺകുട്ടിയുടെ തല തന്നെ അറുത്തു മാറ്റിയതാണ്. അതിൻ്റെ അരിവാളും ഒക്കെ റിക്കവർ ചെയ്തിട്ടുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം പെൺകുട്ടിയുടെ ഡ്രസ്സും പെൺകുട്ടിയുടെ തലയറുത്തുള്ള ആ കബന്ധവും ആ പയ്യൻ വികാസ് ഐഡൻറ്റിഫൈ ചെയ്തു. എന്തായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു അത് അതിനുശേഷം പിന്നീടുള്ള പ്രവൃത്തി വളരെ ക്രൂരമായി പോയി. പെൺകുട്ടിയുടെ തല കഴുത്ത് ഞെരിച്ച് കൊന്ന പെൺകുട്ടിയുടെ തല അറുത്തു മാറ്റുകയായിരുന്നു അവർ ചെയ്തത്. അത് തല കൊണ്ട് കർമ്മം ഒക്കെ ചെയ്ത് കുഴിച്ചിട്ടെങ്കിലും അതിൻ്റെ ശവശരീരം അവർ മീററ്റിലെ ആ കനാലിൽ ഒഴുക്കിയപ്പം അത് ഐഡൻറ്റിഫൈ ചെയ്യില്ല എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ പെൺകുട്ടിയുടെ കൊല്ലുന്നതിന് മുമ്പോ എന്തോ ഇയാളുടെ പേരും ഫോൺ നമ്പരും എപ്പോഴും പെൺകുട്ടി അതിൻ്റെ വസ്ത്രത്തിൻ്റെ അകത്തെ ചെറിയൊരു പോക്കറ്റിനകത്ത് സൂക്ഷിച്ചിരുന്നു. അത് വീട്ടുകാർ കണ്ടില്ല, അത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഈ കേസ് തെളിവിലേക്ക് വന്നത്.
അല്ലെന്നുണ്ടെങ്കിൽ ഈ കേസ് ആ തലയില്ലാത്ത മൃതദേഹം അത് ചീഞ്ഞഴുകി അത് ചിലപ്പം തടാകത്തിൽ പോയി ലയിച്ചിരിക്കാം. എങ്കിലും അത് കണ്ടെത്തിക്കഴിഞ്ഞ ആളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നേനെ. ഇതില്ലായിരുന്നെങ്കിൽ ആരുടെ മൃതദേഹമെന്ന് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ട് വന്നേനെ. തലയില്ലാത്തതുകൊണ്ട് ഐഡൻറ്റിഫിക്കേഷൻ പ്രശ്നം. പിന്നെ ഏതെങ്കിലും കുട്ടികൾ മിസ്സായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആ വീട്ടുകാരെന്തായാലും കംപ്ലൈൻറ്റ് പറയില്ല, അവരുടെ ബന്ധുക്കളും പറയില്ല. അവൾ പുറപ്പെട്ടു പോയെന്ന് എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ. ഏതായാലും ആ പെൺകുട്ടിയുടെ മരണം അതിക്രൂരമായ രീതിയിൽ തന്നെയാണ്. വികാസ് എന്ന ഒരു പയ്യനുമായിട്ടുള്ള 6 മാസത്തെ പരിചയം, അത് സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള പരിചയമാണ്. ഏതായാലും ഇതുപോലുള്ള ധാരാളം സംഭവങ്ങൾ ഇന്ത്യയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനെല്ലാം കാരണം സോഷ്യൽ മീഡിയ തന്നെയാണ്, അതിന് സംശയമില്ല. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ശാശ്വതമല്ല, അതിന് എതിർപ്പുണ്ടാവും, ഒരാളുടെ ജീവൻ അറ്റുപോകും. തമിഴ്നാട്ടിലൊക്കെ ധാരാളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാണാൻ 2 പേരെയും കൊല്ലുന്ന അമ്മാവന്മാരും കുടുംബക്കാരും വീട്ടുകാരും ഉണ്ട്. അതുകൊണ്ട് ഈ രീതിയിലുള്ള ഒരു ബന്ധം സമൂഹം അംഗീകരിക്കുന്നില്ല എന്നാണ് ഈ കൊലപാതകത്തിൽ നിന്ന് മനസ്സിലാകുന്നത്.